ഹലോ. അപ്പം ഞാൻ ഈ ചിരിച്ചും കളിച്ചും കിതച്ചും വടികുത്തിയും ഇങ്ങനെ പോണത് എങ്ങോട്ടാണെന്നറിയോ? ഭൂട്ടാനിലെ പ്രശസ്തമായിട്ടുള്ള ടൈഗർ നെസ്റ്റ് മൊണസ്ട്രി കാണാൻ വേണ്ടിയിട്ടുള്ള ഹൈക്കിങ്ങിലാണ് ഞാനിപ്പോൾ. ഒന്നൊന്നര ഹൈക്കിങ് തന്നെയാണ് ഇത്. കുത്തനുള്ള ഇറക്കവും കുത്തനുള്ള കയറ്റമാണ് ഫുള്ള്. ഇതാ കാണുന്ന പാറയുടെ സൈഡിലുള്ള ഒരു വൈറ്റ് മൊണസ്ട്രി കാണുന്നില്ലേ? ആ ഓറഞ്ച് അല്ല, ആ വൈറ്റ്, അതാണ് ടൈഗർ നെസ്റ്റ്. അങ്ങോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 3120 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ദൂരത്താണ് അത് നിൽക്കുന്നതെന്ന്. ഇവിടുന്ന് ഇനി അത്രയും ദൂരം നടന്നിട്ട് വേണം എത്താൻ. എല്ലാവരും ടയേർഡായിട്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. പറുവാലിൽ നിന്നാണ് നമ്മളിത് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് 900 മീറ്ററാണ്. 8 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇതിൻ്റെ ഒരു പകുതിയോളം വേണമെങ്കിൽ നമുക്ക് കുതിരപ്പുറത്ത് പോകാം. പക്ഷേ ഫുള്ളായിട്ട് പോകാൻ പറ്റില്ല, ബാക്കി നമ്മൾ നടക്കണം. പക്ഷേ കുതിരപ്പുറത്ത് പോകുമ്പോൾ പേടിയാവും. ഈ കുത്തനുള്ള ചെരുവിൽ കൂടെ പോകാൻ ഭയങ്കര പേടിയാവും. നടക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഈസി അല്ല. പക്ഷെ പോണ വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഫുള്ള് നമുക്കിങ്ങനെ കാണാൻ കണ്ണിന് കുളിർമയേകുന്ന സ്ഥലങ്ങളിൽ കൂടിയാണ് നമ്മളിങ്ങനെ നടന്നു പോണത്. ഇടയ്ക്ക് നമ്മളിവിടെ അങ്ങനെ നിന്നാൽ ഈ മൊണാസ്ട്രി നമുക്ക് ദൂരത്ത് നിന്ന് കാണാൻ പറ്റും. പക്ഷെ നല്ല ഭംഗിയാണ്. ആകാശവും സ്ഥലങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? സൂര്യനിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഭയങ്കര തണുപ്പാണ് ഇവിടെ. പോണ വഴിയിലൊക്കെ ഇങ്ങനെ കൊച്ചു മൊനാസ്ട്രീസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കഫ്തേരിയ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. കുറച്ച് ഉള്ളിലാണെന്ന് തോന്നുന്നു. നിറയെ കല്ല് പാകിയതുപോലത്തുള്ള വഴികളും പൈൻ മരങ്ങളും കൊച്ചു കൊച്ചു അരുവികളൊക്കെ ആയിട്ടുള്ള ഈ കാട്ടിലൂടെയുള്ള യാത്രയുടെ ഫീല് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ല തണുപ്പും. ട്രെക്കിങ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാ ഇങ്ങനെ നടന്ന് പോയിട്ട് ഞങ്ങൾ എത്തുന്ന സ്ഥലമാണ് ഇതാ ആ കാണുന്നത്. എത്രത്തോളം ദൂരെയാണ് ആ നിൽക്കണമെന്ന് നോക്കിക്കേ. 2-3 മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം ഇതാ ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത്രത്തോളം ഉയരത്താണ് ഇത്രയും നല്ല വഴികൾ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നറിയോ? എന്ത് രസമുള്ള വഴികളാണെന്നറിയോ? നമ്മളിങ്ങനെ പോകുമ്പോൾ ഫുഡെല്ലാം കയ്യിൽ കരുതണം, കാരണം ഒന്നും കിട്ടൂല വഴിയിൽ നിന്ന്. അപ്പോൾ ഒരു വൈകുന്നേരം വരേക്കുള്ള ഫുഡൊക്കെ കയ്യിൽ കരുതിയാൽ ബെറ്റർ. ഞങ്ങളങ്ങനെ ഒരുപാടൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഫുള്ള് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് അടുത്തൊന്ന് നന്നായിട്ട് കുത്തനെ ഇറങ്ങിയിട്ട് പിന്നെ ഇതുപോലെ കയറണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുമല്ലോ. കൂടെ തന്നെ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ.